നമസ്കാരം. വളരെ കൃത്യമായ ഇലക്ഷൻ ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത മണ്ഡലങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ പുതിയ വളരെ പുതിയതായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നു. NDAയും BJP അലയൻസായ NDAയും CPM അലയൻസായ LDFും കോൺഗ്രസ് അലയൻസായ UDFും അല്ലാതെ നിൽക്കുന്ന കുറച്ച് പേരിൽ 2 പേർ ജയിക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് G. സുധാകരനാണോ, PV അൻവറാണോ, PK ശശിയാണോ, പിന്നെ കുഞ്ഞികൃഷ്ണനാണോ, അതുപോലെ TK ഗോവിന്ദനാണോ, ആരാണ് എന്നറിയില്ല. അങ്ങനെയും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് UDF ഒരു 80-82 സീറ്റിന് വരും, ബാക്കി LDF പിടിക്കും എന്നുള്ള കഥകളും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു അപ്പർ എഡ്ജ് UDFനാണ് ഉള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നടക്കാൻ പോകുന്ന ഒരു അട്ടിമറി വിജയമായി വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കോവളം. ഇന്നലത്തെ കലാശക്കൊട്ടുകൂടി കഴിയുമ്പോൾ കോവളത്തിൻ്റെ ചിത്രം 2ആയി മറിയുന്നു. വിൻസെൻ്റ് അവിടുത്തെ നിലവിലെ MLA ആണ്. അദ്ദേഹം ജനപ്രിയനാണ്. അദ്ദേഹം ഒരു ചെറിയൊരു വിഷയമായി ബന്ധപ്പെടുത്തിയിട്ടൊരു കേസും വഴക്കുമൊക്കെ വന്നുവെങ്കിലും അഴിമതിക്കാരനല്ല, അദ്ദേഹം സ്വജനപക്ഷക്കാരനല്ല, അദ്ദേഹം നല്ല മിടുക്കനാണ്. പക്ഷെ അതിനേക്കാൾ അദ്ദേഹത്തെ ആ മിടുക്കിനെ കവർ ചെയ്യുന്ന വേറൊരു ജനകീയ സ്വഭാവമുള്ള ഒരു നേതാവിൻ്റെ പുത്രനും ജനകീയ സ്വഭാവമുള്ള ഒരാൾ അവിടെ കടന്നു വന്നപ്പോൾ ചിത്രം മാറി. അവിടെ നാടാർ ലാറ്റിൻ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. BJPയിൽ നിൽക്കുന്ന സുരേഷ് അവിടെ SNDPയുടെ ശക്തനായ നേതാവായിട്ടുള്ള സുരേഷ് BJPയിലേക്ക് പോയി. കോൺഗ്രസിലുണ്ടായിരുന്ന സുരേഷ് BJPയിലേക്ക് പോയി. ഹിന്ദു വോട്ടിൽ കുറേ ഭാഗം സുരേഷ് പിടിക്കുകയും നാടാർ ലാറ്റിൻ വോട്ടുകൾ 2ആയി പിരിയുകയും ചെയ്യുമ്പോൾ സാമുദായിക വോട്ടുകൾ അവിടെ പിരിഞ്ഞു നിൽക്കും. മുസ്ലിം വോട്ടുകൾ വളരെ കൃത്യമായി UDFന് അനുകൂലമാണ് ഇപ്പോൾ കേരളം മുഴുവൻ. അപ്പോൾ UDFന് അനുകൂലമായ മുസ്ലിം വോട്ട് അങ്ങനെ നിൽക്കും. ലാറ്റിൻ വോട്ട് സ്പ്ലിറ്റാവും. പിന്നെ നാടാർ വോട്ട് സ്പ്ലിറ്റാകും. അത് കഴിഞ്ഞാൽ ഈഴവ വോട്ടും സ്പ്ലിറ്റാകും. ഈഴവ വോട്ടിൽ ഒരു ഭാഗം BJPക്ക് പോകും, മറ്റൊരു വിഭാഗം 2 പാർട്ടിക്കാർക്കും പോകും. ഇവിടെയാണ് സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതിഭ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത വളരെ വലുതായി വരുന്നത്. അവിടെ മത്സരിക്കുന്ന ഫഗത് റൂഫസ് എന്ന് പറയുന്ന ആള് തൊട്ട് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലെ LDFിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. MBAക്കാരനാണ്. മറ്റ് ഡിഗ്രികളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കറപ്ഷനുള്ള ആളല്ല, ജനപ്രിയനാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുകയും വളരെയധികം ജനപ്രിയനാണ്. വെള്ളായണ് കായൽ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി ഈ മത്സരിക്കുന്ന ഫഗത് റൂഫസും അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള പിതാവായിട്ടുള്ള റൂഫസ് ഡാനിയലും വർഷങ്ങളായി വെള്ളായണി കായലിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അതുപോലെ ഈ റൂഫസ് ഡാനിയൽ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി സത്യസന്ധനായ രാഷ്ട്രീയം നടത്തുന്നവൻ അവസാനം ഓലപ്പുരയിൽ പോകുമല്ലോ. നമ്മൾ ചിലരുടെ ഭാഷയെ പറഞ്ഞാൽ സാധാരണ വീട്ടിലേക്ക് മാറും. അങ്ങനെ മാറേണ്ടി വന്ന ചെറിയ ഒരു വീട്ടിലേക്ക് മാറേണ്ടി വന്ന് സ്വത്ത് ഒരുപാടുണ്ടായിരുന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നഷ്ടമായ ഒരാളാണ് റൂഫസ് ഡാനിയൽ. എന്നാൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന് MLA ആകാനോ മന്ത്രിയാകാനോ ഒന്നും അതനുസരിച്ച് പൊളിറ്റിക്കൽ കരിയർ വന്നില്ല. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരെ സ്ഥാനമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ ഒരു കൺസേൺ, സഹതാപം എന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, ഒരു പരിഗണന അവിടെ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ, വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴാണ് സംസ്ഥാനത്ത് ആദ്യമായി ബഡ്സ് സ്കൂൾ തുടങ്ങുന്നത്. ആദ്യത്തെ പരിപാടിയാണ്. അതായത് ഇതെന്താണ് മന്ദബുദ്ധി എന്ന് പറയാൻ പാടില്ല, അംഗപരിമിതമുള്ള കുട്ടികളായിട്ടുള്ള ഭിന്നശേഷിക്കാർ, അതാണ് കറക്റ്റ് വാക്ക്, ഭിന്നശേഷിയുള്ള കുട്ടികളെ അധിവസിപ്പിക്കുന്ന മനോഹരമായൊരു പ്രോജക്റ്റ് അവിടെ ചെയ്യുകയും പിന്നെ അത് കുടുംബശ്രീയൊക്കെ ഏറ്റെടുക്കുകയും സംസ്ഥാനാടിസ്ഥാനത്തിലും രാജ്യത്തൊക്കെ ശ്രദ്ധിക്കപ്പെട്ട മനോഹരമായൊരു ബഡ് സ്കൂൾ പ്രോജക്റ്റ് വെങ്ങാനൂർ നടപ്പിലാക്കി. വെങ്ങാനൂർ പഞ്ചായത്തിനെ ഒരുപാട് മറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിനും വലിയ ജനകീയമായി നിന്ന ഒരു മനുഷ്യനാണ് ഈ റൂഫസ് ഡാനിയൽ. അദ്ദേഹം
അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. വലിയ സ്വത്തുണ്ടായിരുന്ന ആളാണ്. ആ സ്വത്തെല്ലാം കൂടി ഈ പാർട്ടിക്ക് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം വെങ്ങാനൂർ, വിഴിഞ്ഞം, ആ പ്രദേശത്തുള്ള കോവളം പ്രദേശത്തുള്ള ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു കൺസേൺ കൂടി വോട്ടായി മാറിയാൽ, അങ്ങനെ പല ഘടകങ്ങൾ മത്സരിച്ച് വോട്ടായി നിന്നാൽ തിരുവനന്തപുരത്ത് വിൻസെൻറ്റിൻ്റെ കോവളത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ വിള്ളൽ വീഴാൻ സാധ്യത, ഈ വിജയത്തിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ഫഹദ് റൂഫസ് ജയിച്ചാലും അത്ഭുതമില്ല എന്നാണ് അവിടുത്തെ കടുകട്ടിക്കാരായ കോൺഗ്രസ്കാർ പോലും ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. വിൻസെൻറ്റിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ ഒരു കുറേ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മറിയുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊന്നും നമുക്ക് വോട്ടാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള UDFന് കിട്ടുന്ന അപ്പർ ഹാൻഡ് കോവളത്ത് കിട്ടുമോ, അതോ കോവളത്തെ സ്ഥാനാർത്ഥിയുടെ മഹിമ മാറ്റിവരയ്ക്കുമ്പോൾ ഒരു വശത്ത് ഫഹദ് റൂഫസും മറ്റൊരു വശത്ത് വിൻസെൻറ്റും നിൽക്കുമ്പോൾ, വിൻസെൻറ്റ് നിലവിലെ MLA എന്നുള്ള നിലയിൽ നേടിയിട്ടുള്ള ശരികളും തെറ്റുകളും ആൻറ്റി ഇൻകംബൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പുറത്ത് വോട്ടാവുമെങ്കിൽ BJPയുടെ സുരേഷ് പിടിക്കുന്ന വോട്ട് കൂടി കണക്കാക്കിലേക്ക് മാറി വരുമ്പോൾ ഫഹദ് റൂഫസ് അട്ടിമറി നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഫഹദ് റൂഫസിൻ്റെ വിജയമാണ് അവിടെ നടക്കാൻ സാധ്യത വളരെ കൂടുതൽ.